നമസ്കാരം. ഹലോ ഡോക്ടറിലേക്ക് ഏവർക്കും സ്വാഗതം. സ്ട്രോക്കിനെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഹലോ ഡോക്ടർ ഇന്ന് സംസാരിക്കുന്നത്. സ്ട്രോക്ക് വന്നാൽ ഉടൻ ചെയ്യേണ്ടതെന്ത്, നൂതന ചികിത്സാ മാർഗങ്ങളെല്ലാം എന്തെല്ലാം, അങ്ങനെ തുടങ്ങിയ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നത് തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ന്യൂറോളജി വിഭാഗം മേധാവിയും പ്രൊഫസറുമായ ഡോക്ടർ ചിത്ര പി ആണ്. ഡോക്ടർ നമസ്കാരം. ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. നമസ്കാരം. പ്രേക്ഷകരെയും ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം ചെയ്യുന്നു. താഴെ കാണുന്ന നമ്പറിൽ നിങ്ങളുടെ സംശയങ്ങളുമായി വിളിക്കുക. ഡോക്ടർ, സ്ട്രോക്ക് എന്ന് പറയുന്ന അസുഖം ഇന്ന് വളരെയധികം കോമൺ ആയിരിക്കുകയാണ്. പ്രത്യേകിച്ചും നമ്മുടെ ജീവിതശൈലി, മാറുന്ന ജീവിതശൈലി സ്ട്രോക്കിനൊരു കാരണമാവുന്നുണ്ടോ? സ്ട്രോക്കിനെ ഒന്ന് വിശദമാക്കാമോ? ജീവിതശൈലി രോഗങ്ങൾ വളരെ കൂടുതലാണ്, എസ്പെഷ്യലി നമ്മുടെ കേരളത്തിൽ. എന്തെന്ന് വെച്ചാൽ ഒരു ബി പി എന്ന് പറഞ്ഞാൽ രക്തസമ്മർദ്ദം ചെറിയ കുട്ടികൾക്ക് തന്നെ, അതായത് 20-25 വയസ്സ് പ്രായമുള്ള കുട്ടികളിൽ തന്നെ നമ്മൾ കാണുന്നുണ്ട്. പിന്നെ ഡയബറ്റീസ് വളരെ കൂടുതലാണ് കേരളത്തിൽ. ഡെവലപ്ഡ് കൺട്രീസിനെക്കാളും അതിലുപരി കൂടുതലാണ് നമ്മുടെ കേരളത്തിൽ ഡയബറ്റീസിൻ്റെ സാന്നിധ്യം. അതുപോലെ തന്നെയാണ് ഒബീസിറ്റി, പിന്നെ ജങ്ക് ഫുഡ് ഇൻടേക്ക്, ഈ ഫാസ്റ്റ് ഫുഡ് ഇൻടേക്ക് നമ്മുടെ നാട്ടിൽ വളരെ കൂടുതലാണ്. പിന്നെ അനിയന്ത്രിതമായി നമ്മുടെ കർശനമായിട്ട് നമ്മൾ ആരും തന്നെ എക്സസൈസ്, അതായത് നമ്മുടെ കായിക പരിശീലനം ഒന്നുമേ നടക്കുന്നില്ല. പലരും രാവിലെ തന്നെ, ഇപ്പോൾ IT ഫീൽഡിലുള്ളവരായാലും ശരി, കുട്ടികളായാലും ശരി, ഇപ്പോൾ ഇൻഡോർ ഗെയിംസ് അല്ലെങ്കിൽ മൊബൈലിലൊക്കെ ആയിട്ട് ഗെയിംസൊക്കെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. പുറത്ത് പോയി വെയിലിൽ കളിച്ച് ക്രിക്കറ്റും അതും ഇതൊക്കെ കളിക്കുന്നവർ വളരെ കുറവാണ്. അപ്പം ഓടി കളിക്കുന്ന സ്വഭാവം തന്നെ കുട്ടികളുടെ ഇടയിലില്ല. അപ്പോൾ ഇത് തന്നെയാണ് നമ്മുടെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുത്തുന്ന ജീവിതശൈലി രോഗങ്ങൾക്ക് കാരണമാകുന്നത്. അതുപോലെ തന്നെയാണ് ഈ ജങ്ക് ഫുഡ് ഇൻടേക്ക് എന്ന് പറയുന്നത്. നമ്മുടെ ഈ ഫാസ്റ്റ് ഫുഡ് ലൈഫിൽ വളരെ കൂടുതലാണ് ഈ ഫ്രൈഡ് ഐറ്റംസ് കഴിക്കുന്നത്. എണ്ണയിൽ വറുത്തതായിട്ടുള്ള ഫുഡ് കഴിക്കുന്നത് നോർത്ത് ഇന്ത്യനേക്കാളും വളരെ കൂടുതലാണ് നമ്മുടെ കേരളത്തിൽ. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ രക്തക്കുഴലുകളിലൊക്കെ അതിറോസ്ക്ലറോട്ടിക് ചേഞ്ചസ്, അതിറോസ്ക്ലറോട്ടിക് പ്ലാക്സ് കൂടുതലായി അടഞ്ഞുകൂടി, കൊഴുപ്പ് അടഞ്ഞുകൂടി രക്തക്കുഴലുകൾ അടഞ്ഞുപോയി നമുക്ക് ഇസ്കീമിക് സ്ട്രോക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതിനാൽ നമ്മുടെ കായികാധ്വാനം അത് വളരെ അത്യാവശ്യമാണ്. ഇപ്പോൾ എല്ലാം വൈറ്റ് കോളർ ജോബ്സിനോട് താല്പര്യം കാണിക്കുന്നവരാണ്. പുറത്തു നിന്നുള്ള ബംഗാളികളാണ് നമ്മൾ വർക്കിന് വേണ്ടി നമ്മൾ എടുക്കുന്നത്. ഇവിടുത്തെ ആൾക്കാർ ജോലി ചെയ്യുന്നത്, അത് എസ്പെഷ്യലി കായികാധ്വാനം ആവശ്യമുള്ള ജോലികളിൽ വളരെ കുറവാണ് താല്പര്യം കാണിക്കുന്നത്. ഇതെല്ലാം തന്നെ വളരെ ജീവിതശൈലി രോഗങ്ങൾക്ക് കൂടുതലായി കാരണമാകുകയും അതുമൂലം നമുക്ക് സ്ട്രോക്ക്, ഹാർട്ട് അറ്റാക്ക് പോലുള്ള രോഗങ്ങളിലോട്ട് നയിക്കുകയും ചെയ്യുന്നുണ്ട്. ഡോക്ടർ പറഞ്ഞത് തന്നെ ജീവിതശൈലി പ്രശ്നങ്ങളും അല്ലെങ്കിൽ എക്സസൈസിൻ്റെ കുറവും ഒക്കെ വളരെയധികം നമ്മളെ ദോഷകരമായി ബാധിക്കുന്നുണ്ട്. അതിൻ്റെ ഫലമായി ഉണ്ടാകുന്ന സ്ട്രോക്കുകൾ ഏതൊക്കെ തരത്തിലാണ് ഉണ്ടാവാറ്? ഈ മിനി സ്ട്രോക്ക്, TIA തുടങ്ങിയ പേരുകളിലൊക്കെ ഇങ്ങനെ കേട്ടിട്ടുണ്ടല്ലോ. ഏതൊക്കെ തരം സ്ട്രോക്കുകളുണ്ട്? അതിനെ ഒന്ന് വിശദമാക്കാമോ? സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ ഏവർക്കും അറിയാം. ഇത് വളരെ വ്യക്തതയോടുകൂടി മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. പക്ഷെ പലരും ഈവൻ ഒരു ചെറിയ തലകറക്കത്തിനെയും സ്ട്രോക്കാണോ എന്ന് തെറ്റിദ്ധരിക്കുകയും, ചെറിയ ബോധക്കേട് വന്നാലും സ്ട്രോക്കാണോ എന്ന് തെറ്റിദ്ധരിച്ച് നമ്മുടെ ഹെൽപ്പ് ലൈൻ, മെഡിക്കൽ കോളേജിലെ ഹെൽപ്പ് ലൈൻ നമ്പറുണ്ട്. ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് തിരുവനന്തപുരത്ത് സ്ട്രോക്കിൻ്റെ ഒരു ഹെൽപ്പ് ലൈൻ നമ്പറുണ്ട്. ആ ഹെൽപ്പ് ലൈൻ നമ്പറിൽ കൂടെ വിളിച്ചാൽ അതിന് ഉത്തരവാദി 24 മണിക്കൂറും 24/7 30 days എല്ലായ്പ്പോഴും വിളിക്കാൻ പറ്റുന്ന നമ്പറാണ് ഈ സ്ട്രോക്ക് ഹെൽപ്പ് ലൈൻ നമ്പർ. അതിൽ കൂടി വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഫുൾ ടൈം അവൈലബിൾ ആണ്. സ്ട്രോക്കിൻ്റെ എമർജൻസി റൂമിൽ തന്നെ പേഷ്യൻ്റ് വന്ന് കാണുകയും ആവശ്യമുള്ള കാര്യങ്ങൾ ഉടനടി ചെയ്യുകയും ചെയ്യും. അതിൻ്റെ ആവശ്യകതയുമുണ്ട്. കാരണം എന്ന് വെച്ചാൽ രോഗലക്ഷണങ്ങൾ എന്തെല്ലാം എന്ന് മനസ്സിലാക്കിയാൽ നമുക്ക് ഇതിൽ കൂടെ കോൺടാക്ട് ചെയ്ത് എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തുകയാണ് വേണ്ടത്. അപ്പോൾ അത് ഏതൊക്കെയാണ് രോഗലക്ഷണങ്ങൾ എന്ന് വെച്ചാൽ, നമ്മുടെ ഫേഷ്യൽ, അത് ഫാസ്റ്റ് എന്ന് പേരിൽ നമുക്ക് വിളിക്കാം. അതായത് ഫേഷ്യൽ ഡ്രൂപ്പ്, ഫാസ്റ്റിൻ്റെ F ഫേഷ്യൽ ഡ്രൂപ്പാണ്. A എന്ന് പറയുന്നത് ആം വീക്ക്നെസ്, അതായത് കൈകാല് തളരുന്നതാണ്. പിന്നെയുള്ളത് സ്പീച്ച്, S എന്ന് പറഞ്ഞാൽ സ്പീച്ച്. നമുക്ക് സംസാരത്തിന് കുഴച്ചിലോ സംസാരമില്ലായ്മയോ എല്ലാം ഉണ്ടായിക്കഴിഞ്ഞാലും നമുക്ക് മനസ്സിലാക്കാം. പിന്നെ കാഴ്ചശക്തി നഷ്ടപ്പെടുക, നമുക്ക് ബാലൻസ് നഷ്ടപ്പെടുക, നടക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാവുക, ഇതൊക്കെ സ്ട്രോക്കിൻ്റെ ലക്ഷണങ്ങളാണ്. ഇവ അറിഞ്ഞാൽ ഉടനെ തന്നെ നമുക്ക് ടൈം ഈസ് ബ്രെയിൻ, T ആണ് ലാസ്റ്റ്. ഫാസ്റ്റിൻ്റെ T എന്ന് പറയുന്നത് ടൈമാണ്. അതായത് ടൈം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഓരോ നിമിഷവും
കോശങ്ങൾ ലക്ഷക്കണക്കിന് കോശങ്ങൾ നശിച്ചുകൊണ്ടിരിക്കുകയാണ് സ്ട്രോക്ക് മൂലം. അപ്പം സ്ട്രോക്ക് മൂലം നശിക്കുന്നത് തടയാനായിട്ട് എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തേണ്ടതാണ്. അപ്പം സ്ട്രോക്ക് ഏത് തരത്തിലുള്ളതെന്ന് ചോദിക്കുകയാണെങ്കിൽ അതിനകത്ത് ഇസ്കീമിക് സ്ട്രോക്ക് ഉണ്ട്, അതായത് രക്തക്കൊഴൽ അടഞ്ഞുകൊണ്ടുണ്ടാകുന്ന സ്ട്രോക്ക്. പിന്നെയുള്ളത് ഹെമറാജിക് സ്ട്രോക്ക്, അതായത് രക്തക്കൊള്ളുകളിൽ പൊട്ടിയിട്ടുണ്ടാകുന്നത്, രക്തസ്രാവം ഉണ്ടാകുന്നത്. തലച്ചോറിനകത്ത് രക്തസ്രാവം മൂലം സ്ട്രോക്ക് ഉണ്ടാവാം, രക്തക്കൊഴൽ അടഞ്ഞും സ്ട്രോക്ക് ഉണ്ടാവാം. രക്തക്കൊഴൽ അടയുന്നത് തന്നെയും രണ്ട് തരത്തിലാണ്. ഒന്ന്, രക്തക്കൊഴലുകൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ രക്തക്കൊഴലുകളിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടി നമ്മുടെ ആഹാര ജീവിത ശൈലി രോഗങ്ങൾ മുഖേനയും അതല്ലാതെ പുകവലി, മദ്യപാനം എന്നീ നമുക്ക് വ്യായാമമില്ലായ്മയും എന്നീ ദുശീലങ്ങൾ കൂടിയും എല്ലാം കൂടിയും നമുക്ക് രക്തക്കൊഴലിലെ അതെറോസ്ക്ലെറോട്ടിക് ചേഞ്ചസ് അഥവാ കൊഴുപ്പ് അടിഞ്ഞുകൂടിയിട്ട് രക്തക്കൊഴൽ അടഞ്ഞു പോയിട്ട് ഇസ്കീമിക് സ്ട്രോക്ക് ഉണ്ടാകാം. അതല്ലാതെ തന്നെ ഹാർട്ടിന്, അതായത് നമ്മുടെ ഹൃദയത്തിനുള്ള തകരാറ് മൂലവും, അതായത് ഹാർട്ട് അറ്റാക്ക് മൂലമോ അല്ലെങ്കിൽ തന്നെയും വാൽവിൻ്റെ തകരാറ് മൂലമുണ്ടാകുന്ന അസുഖം കാരണവും രക്തക്കൊഴലുകൾ അടഞ്ഞുകൂടാം. എന്തെന്ന് വെച്ചാൽ ഇതിനകത്ത് രക്തം കട്ട പിടിക്കാനുള്ള അവസ്ഥ ഉണ്ടാവുകയും അത് രക്തക്കൊഴലുകളിലെ തലച്ചോറിലുള്ള രക്തക്കൊഴലിൽ അടഞ്ഞു പോയാലും സ്ട്രോക്ക് ഉണ്ടാവാം. പിന്നെയുള്ളത് ഹെമറാജിക് സ്ട്രോക്കാണ്. അത് നമ്മുടെ അതിയായ രക്തസമ്മർദ്ദം കൺട്രോൾ ചെയ്യാതെ ഇരിക്കുന്ന BP. നമുക്ക് BP എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന അസുഖമാണ്. BP മരുന്ന് കഴിക്കാൻ താല്പര്യക്കുറവ് പലരും കാണിക്കാറുണ്ട്. എന്തെന്നാൽ പലരുടെയും വിചാരം സമ്മർദ്ദം ഒരിക്കൽ കൂടിക്കഴിഞ്ഞ് മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ജീവിതകാലം മുഴുവൻ കഴിക്കേണ്ടി വരും, അത് നിർത്താൻ പറ്റില്ല എന്നൊക്കെയുള്ള മിഥ്യാധാരണയും അതുമൂലം പക്ഷേ മരുന്ന് കഴിക്കാതിരുന്നാൽ ഉണ്ടാകുന്ന ദോഷങ്ങളെക്കുറിച്ച് ആരും പറഞ്ഞേരില്ല. ഡോക്ടർ, നമുക്ക് ആ വിഷയത്തിലേക്ക് എത്താം. ഇപ്പോൾ നമ്മളോടൊപ്പം ഒരു പ്രേക്ഷകൻ ചേരുകയാണ്, ചെന്നൈയിൽ നിന്ന് മോഹൻ ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ മാഡം. പറഞ്ഞോളൂ മോഹൻ. എനിക്ക് ഒരു 8 വർഷം മുമ്പ് സ്ട്രോക്ക് വന്നു മാഡം. ഓക്കെ. അതൊരു അരമണിക്കൂർ ഉണ്ടായിരുന്നുള്ളൂ. ലെഫ്റ്റ് സൈഡ് കയ്യും കാലും പൊക്കാൻ പറ്റാത്ത മാതിരിയായി. അതെ. അത് കുറച്ച് ഡോക്ടറെ കണ്ടപ്പോൾ അതപ്പോൾ ഒരു അരമണിക്കൂറിൽ ശരിയാവും ചെയ്തു. ഇപ്പോൾ ഞാൻ ആസ്പിരിനും കൊളസ്ട്രോൾ ഗുളിയൊക്കെ ഉപയോഗിച്ചിട്ട് ഡോക്ടർ അത് കഴിച്ചുകൊണ്ടിരിക്കണമെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ എനിക്ക് കൊളസ്ട്രോൾ ലെവലെല്ലാം നോർമലാണ്. ടോട്ടൽ കൊളസ്ട്രോൾ എല്ലാ കൊളസ്ട്രോൾ ലെവലെല്ലാം നോർമലാണ്. പിന്നെ ആസ്പിരിൻ ഇപ്പം കഴിച്ചുകൊണ്ടിരിക്കണം. അതുപോലെ നമ്മുടെ ശരീരത്തിന് പ്രഷർ ഉണ്ടാവും. അതുകൊണ്ട് അതെ, ബ്ലഡ് പ്രഷറോ ഡയബറ്റീസോ എന്തെങ്കിലും ഉണ്ടോ? പുകവലി? BP പേഷ്യന്റ് ആണ്. അതെ. അങ്ങനെ ഇതിപ്പം നിങ്ങൾക്ക് വന്നത് ഒരു മിനി സ്ട്രോക്ക് എന്ന് വേണമെങ്കിൽ പറയാം. അതായത് TIA. അതായത് അത് കുറച്ച് നേരത്തേക്ക്, അത് മിനിറ്റ്സ് അല്ലെങ്കിൽ മണിക്കൂറുകളെ നീണ്ടു നിൽക്കത്തുള്ളൂ. അത് ഉടനെ തന്നെ നമുക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട്, അതായത് ഏത് വശത്താണ് തള്ളുന്നതെന്ന് വെച്ചാൽ അത് പെട്ടെന്ന് തന്നെ ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു മണിക്കൂറിനകം ശരിയാവും. ചിലപ്പം മിനിറ്റ്സേ കാണത്തുള്ളൂ. അങ്ങനെ ശരിയാകുകയാണെങ്കിൽ പിന്നെയും സ്ട്രോക്ക് വരാനുള്ള അവസരം നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്ന പോലെയാണ്. അതായത് നമ്മൾ മരുന്ന് കഴിക്കാതിരിക്കുകയോ കറക്റ്റ് ഭക്ഷണത്തിന് നിയന്ത്രണം ഇല്ലാതിരിക്കുകയോ ഒക്കെ ചെയ്താൽ പിന്നെയും സ്ട്രോക്ക് വരാം. ഇത് സ്ട്രോക്ക് വരുന്നതിന് മുന്നോടിയായിട്ട് കാണുന്ന ഒരു പ്രതിഭാസമാണ്. മരുന്ന് ജീവിതകാലം മുഴുവൻ കഴിക്കണം സ്ട്രോക്ക് വരാതിരിക്കാനായിട്ട്. അതായത് മിനി സ്ട്രോക്ക് നമ്മുടെ സ്ട്രോക്കിൻ്റെ ഒരു മുന്നോടിയായിട്ട് വരുന്ന ഒരു ലക്ഷണമാണ്. നമുക്ക് ശാരീരിക ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. അല്ല, ജീവിതകാലം മുഴുവൻ ഇത് മരുന്ന് കഴിക്കണമെന്ന് വെച്ചാൽ രക്തം കട്ട ഉണ്ടാവാതിരിക്കാനുള്ള ആൻറ്റി പ്ലേറ്റ്ലെറ്റ് ആസ്പിരിൻ പോലുള്ള ഗുളികകളും കഴിക്കണം. കൊളസ്ട്രോൾ അടിഞ്ഞുകൂടാതിരിക്കാൻ വേണ്ടി കൊളസ്ട്രോളിൻ്റെ മരുന്നും കഴിക്കണം. കൊളസ്ട്രോൾ പലപ്പോഴും കുറഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടല്ല, കൊളസ്ട്രോൾ അടിഞ്ഞുകൂടാതിരിക്കാനാണ് നമ്മൾ കൊളസ്ട്രോളിൻ്റെ മരുന്ന് കഴിക്കുന്നത്. അതുകൊണ്ട് പലപ്പോഴും ഇങ്ങനെ ഒരു തോന്നൽ ഉണ്ടാക്കി കളയരുത്, കൊളസ്ട്രോൾ വളരെ കുറവാണല്ലോ നിർത്തിക്കളയാമെന്ന്. ഈ കൊളസ്ട്രോൾ അടിഞ്ഞുകൂടാതിരിക്കാനാണ് ഈ കൊളസ്ട്രോളിൻ്റെ മരുന്ന് കഴിക്കുന്നത്. അതുകൊണ്ട് ഈ ആൻറ്റി പ്ലേറ്റ്ലെറ്റ്, അതായത് ആസ്പിരിൻ, ക്ലോപ്പിഡോഗ്രൽ പോലത്തെ ഗുളികകളും ഈ സ്റ്റാറ്റിൻ, അതായത് നമ്മുടെ അട്രോവാസ്റ്റാറ്റിൻ ഒക്കെ പോലത്തെ ഗുളികകളും സ്ഥിരമായിട്ട് ജീവിതകാലം മുഴുവൻ കഴിക്കേണ്ടത് ആവശ്യമാണ്. ഓക്കെ. പ്രേക്ഷകന് വ്യക്തമായി എന്ന് കരുതുന്നു. ഡോക്ടർ, നമ്മൾ പറഞ്ഞു വന്നത് സ്ട്രോക്കിന് കാരണമാകുന്ന അല്ലെങ്കിൽ ആ ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട രക്തസമ്മർദ്ദം പോലുള്ള പ്രശ്നങ്ങളെക്കുറിച്ചാണ്. ഈ ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ ഇതെല്ലാം ഇന്ന് നിത്യജീവിതത്തിൽ വളരെ സാധാരണമായി കണ്ടുവരികയാണ്. ഇതിൻ്റെ ഒരു കൃത്യമായ ചെക്കപ്പ് എത്രത്തോളം നമുക്ക് സ്ട്രോക്കിനെ കരുതാൻ സാധിക്കും? സ്ട്രോക്ക് വരാതിരിക്കാൻ എത്രത്തോളം ഇത്തരം കൊളസ്ട്രോളിനെയും ഷുഗറിനെയും പ്രഷറിനെയും നിയന്ത്രിക്കുന്നതിലൂടെ സാധിക്കും? വളരെ അത്യാവശ്യം ആളുകൾക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ഇപ്പം ചോദിച്ചത്. അതായത് സ്ട്രോക്കിൻ്റെ ഒരു കാരണമാണ്
ഡയബറ്റീസും കണ്ണിയന്ത്രമായ ഷുഗറും ബ്ലഡ് പ്രഷറും. അപ്പോൾ ബ്ലഡ് പ്രഷർ കൺട്രോൾ ചെയ്യുന്നതിന് കൂടെ നമുക്ക് 2 തരത്തിലുള്ള സ്ട്രോക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതായത് ഇസ്കീമി സ്ട്രോക്കും ഹെമറാജിക് സ്ട്രോക്കും. അതായത് നമ്മൾ ബ്ലഡ് പ്രഷർ കൺട്രോൾ ചെയ്തില്ലെങ്കിൽ ഹൈ ബ്ലഡ് പ്രഷർ ഉണ്ടെങ്കിൽ രക്തക്കുഴലിൽ പൊട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ അതെറോസ്ക്ലെറോസിസ്, അതായത് കൊഴുപ്പ് അടിഞ്ഞുകൂടാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് BP കൂടുതലിരിക്കുന്ന ആളുകൾക്ക്. BP കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ മനുഷ്യർക്ക് എത്ര സ്ട്രോക്ക് വരാവോ അത്രയും റിസ്ക്കേ നമുക്കുള്ളൂ. പക്ഷേ BP കൂടുതലുണ്ടെങ്കിൽ ഈ അതെറോസ്ക്ലെറോസിസ്, അതായത് സ്ട്രോക്ക് വരാനുള്ള കാരണങ്ങളിലുള്ള പെത്തോളജി നമ്മുടെ രക്തക്കുഴലുകൾക്ക് ഉണ്ടാവുകയും നമുക്ക് സ്ട്രോക്ക് വരാനുള്ള അവസ്ഥ ഉണ്ടാവുകയും ചെയ്യും. അതായത് ഇപ്പോൾ സ്ട്രോക്ക് വന്നവരിൽ തന്നെ പലരും ഇത് വളരെ നിസ്സാരമായി കരുതി മരുന്ന് നിർത്താനുള്ള സാധ്യത കാണുന്നുണ്ട്. അവരെ ഈ മരുന്ന് നിർത്തുമ്പം 5 ദിവസം, ചിലവർക്ക് 1 മാസമൊക്കെ ചിലപ്പോൾ അസുഖം വരാതിരിക്കാം. പക്ഷെ പലരും അത് കഴിഞ്ഞിട്ട് സ്ട്രോക്കായിട്ട് റിക്കറൻറ്റ് സ്ട്രോക്കായിട്ട് വരുന്നതായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് രക്തസമ്മർദ്ദം കൺട്രോൾ ചെയ്യണം എന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. മാസത്തിൽ 1 തവണയെങ്കിലും നമ്മൾ BP ചെക്ക് ചെയ്യണം. അതുപോലെ തന്നെ ബ്ലഡ് ഷുഗർ, ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗറും, അതായത് ആഹാരത്തിന് ശേഷമുള്ള പോസ്റ്റ് പ്രാൻഡിയൽ ബ്ലഡ് ഷുഗറും, HbA1c, അതായത് 3 മാസത്തെ ആവറേജ് ഷുഗർ നോക്കാനുള്ള ടെസ്റ്റുകളുമൊക്കെ നമ്മൾ കൂടെ ചെയ്യേണ്ടത്. 1 മാസത്തിൽ ഒരിക്കലെങ്കിലും നമ്മുടെ ഫിസിഷ്യനെ കണ്ട് അത് കൃത്യതയോടുകൂടി തന്നെ അതിൻ്റെ അളവ് കൺട്രോൾ ചെയ്തിരിക്കേണ്ടത് അത്യാവശ്യമാണ്. കാരണം സ്ട്രോക്ക് മാത്രമല്ല, ഹാർട്ട് അറ്റാക്ക് പോലെയുള്ള മയോകാർഡിയൽ ഇൻഫാക്ഷനും വരാനുള്ള സാധ്യത കൂടുതലാണ് രക്തസമ്മർദ്ദവും ഷുഗറും കൺട്രോൾ ചെയ്തില്ലെങ്കിൽ. അതുപോലെ തന്നെ കൊളസ്ട്രോളിൽ തന്നെ ചില ട്രൈഗ്ലിസറൈഡ് പോലുള്ള ചില ഘടകങ്ങളുണ്ട്. അതിന് കൊളസ്ട്രോളിൽ തന്നെ ബാഡ് കൊളസ്ട്രോളും ഗുഡ് കൊളസ്ട്രോളും ഉണ്ട്. ഈ LDL കൊളസ്ട്രോളൊക്കെ വളരെ നന്നായിട്ട് കുറഞ്ഞിരിക്കേണ്ടത്, 100-ൽ താഴെ തന്നെ നിർത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതുപോലെ തന്നെ നല്ല കൊളസ്ട്രോൾ, HDL കൊളസ്ട്രോൾ, ഇത് നമുക്ക് മരുന്നിൽ കൂടെയോ ഒന്നും കൂട്ടാൻ സാധിക്കത്തില്ല. നല്ല കൊളസ്ട്രോൾ ആവശ്യമാണ്. അപ്പോൾ അത് നമ്മുടെ വ്യായാമത്തിൽ കൂടെ മാത്രമേ അതിനെ കൂട്ടാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് വ്യായാമം നമുക്ക് ആവശ്യമായ ഘടകമാണ്. അത് വളരെ പലപ്പോഴും നമ്മുടെ ഈ ബിസി ലൈഫിൽ ഞാൻ ഉൾപ്പെടെയുള്ള ഡോക്ടർ സമൂഹവും ശരി, എല്ലാവരും മറന്നുപോകുന്ന ഒരു കാര്യമാണ് നമ്മുടെ എക്സസൈസ്. അതുകൊണ്ട് എങ്ങനെയെങ്കിലും സമയം കണ്ടെത്തി ആഴ്ചയിലൊരു 3-4 ദിവസമെങ്കിലും ഒരു 15 മിനിറ്റ് നേരം, ഒരു 4 മണിക്കൂർ പെർ വീക്ക് എങ്കിലും നമുക്ക് എക്സസൈസ് ചെയ്യേണ്ടത് ആവശ്യമാണ്. ഡോക്ടർ, നമുക്കിപ്പോൾ പലപ്പോഴും ഈ സ്ട്രോക്ക് വന്നതിന് ശേഷമുള്ള ആ വ്യക്തിയുടെ സാധാരണമായ ജീവിതം അത് വലിയൊരു ചോദ്യചിഹ്നമാവാറുണ്ട്. സ്ട്രോക്ക് വന്നതിന് ശേഷം ഒരു സാധാരണ ജീവിതത്തിലേക്ക് വരുവാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അതിന് വേണ്ട എക്സസൈസുകൾ, അതിനെക്കുറിച്ച് കൂടി ഒന്ന് വിശദമാക്കാമോ? സ്ട്രോക്ക് വരുന്നത് 1 സെക്കൻഡ് കൊണ്ടാണ് വരുന്നത്. പക്ഷേ അത് മാറിപ്പോകാനായിട്ട്, അതായത് അതിൻ്റെ ചികിത്സ എന്ന് പറയുന്നത് നമ്മളുടെ ഭക്ഷണത്തിൽ കൂടെയും, അതായത് ശരിക്കുമുള്ള ഭക്ഷണത്തിൽ കൂടെ കൺട്രോൾ ചെയ്യാൻ പറ്റും. കാരണം ഡയബറ്റീസും രക്തസമ്മർദ്ദമൊക്കെ ഉണ്ടെങ്കിൽ ഉപ്പ് കുറച്ച് കൺട്രോൾ ചെയ്യേണ്ടി വരും. പിന്നെ നിരന്തരമായ ഗുളികകൾ, നമ്മൾ ആസ്പിരിനും നേരത്തെ പറഞ്ഞ പോലെ തന്നെ കൊളസ്ട്രോളിൻ്റെ ഗുളികകളും. പിന്നെയുള്ളത് ഫിസിയോതെറാപ്പി. പിന്നെ അത് ഫിസിയോതെറാപ്പി എന്ന് പറഞ്ഞാൽ മാനസികമായിട്ടും നമുക്ക് ഹെൽപ്പ് ചെയ്യേണ്ടതായിട്ട് വരും. നമുക്ക് സംസാരിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ ആലോചിച്ച് നോക്കൂ. നമുക്ക് സംസാരിക്കാൻ പറ്റാതെ ആകുമ്പം മനസ്സിന് മാനസികമായ സംഘർഷം തന്നെ ഉണ്ടാവും. നേരത്തെ ജോലി ചെയ്യാൻ പറ്റാതെയുള്ള അവസ്ഥ, ഇപ്പോൾ വീട്ടിലെ ഫിനാൻഷ്യൽ പ്രോബ്ലം ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഒരു വീട്ടിനെ തന്നെ, ഒരാളുടെ ജീവിതം കൊണ്ട് വീട് തന്നെ ബാധിക്കപ്പെടുന്നു, അതുമൂലം സമൂഹം തന്നെ ബാധിക്കപ്പെടാം. അപ്പം ഇതിനൊക്കെ ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് വളരെ നീണ്ടകാലത്തെ ചികിത്സയും ആരോഗ്യപരമായും ശരി, അല്ലാതെ തന്നെ ഭക്ഷണത്തിന് വേണ്ടിയിട്ടും ഒക്കെ നമുക്ക് മരുന്നിനും ഒക്കെ ആയിട്ടുള്ള പൈസ ആവശ്യമാണ്. അപ്പോൾ ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ള ചിലവ് ചെയ്യുന്നത് തന്നെയും വീട്ടിൻ്റെ നെടുന്തൂണായിരിക്കുന്ന ഒരാളായിരിക്കും ഈ പ്രശ്നത്തിൽ അകപ്പെടുന്നതെങ്കിൽ വളരെ ബുദ്ധിമുട്ടുള്ള മാനസിക സംഘർഷം തന്നെ കുടുംബത്തിൽ തന്നെ ഉണ്ടാവാം. അപ്പം അതുകൊണ്ട് നമുക്ക് അവരുടെ മാനസികമായ ചികിത്സയ്ക്കും വേണ്ടിയിട്ടും, അതായത് ചിലപ്പോൾ കൗൺസിലിങ്ങിനോ അല്ലെങ്കിൽ അവർക്ക് ഒരു മോട്ടിവേഷനോ ഒക്കെ വേണ്ടി വരും. പിന്നെയുള്ളത് ഫിസിയോതെറാപ്പി. ഫിസിയോതെറാപ്പി അറ്റ് ദ ബെസ്റ്റ്, ഏർലിയസ്റ്റ് ഈസ് ദ ബെസ്റ്റ്. നമ്മൾ ആദ്യത്തെ കുറച്ച് കാലങ്ങളിൽ ഉണ്ടാകുന്ന ഫിസിയോതെറാപ്പി മൂലമാണ് നമുക്ക് ബെറ്റർ ഔട്ട്കം ഉണ്ടാകുന്നത്. ലേറ്റായിട്ട് ഇപ്പം ഒരു 5-6 മാസം ചികിത്സിക്കാതെ മരുന്ന് കൊണ്ട് ശരിയാകുമെന്ന് പറഞ്ഞ് 1-2 മാസം വെറുതെ ഇരുന്നിട്ട് പിന്നെ പോയി
ഫിസിയോതെറാപ്പി റീഹാബിലിറ്റേഷനൊക്കെ ചെയ്യുന്നതുകൊണ്ട് വലിയ പ്രയോജനം കിട്ടത്തില്ല. അപ്പോൾ ആദ്യമേ തന്നെ ഫിസിയോതെറാപ്പിയും റീഹാബിലിറ്റേഷനും ഫിസിയാട്രിസ്റ്റിൻ്റെ സഹായത്തോടു കൂടി തന്നെ ചെയ്യുന്നതായിരിക്കും ഉചിതം. അതുകൂടി തന്നെ ഓക്യുപ്പേഷണൽ തെറാപ്പി, സ്പീച്ച് തെറാപ്പി, ഇതൊക്കെ സ്പീച്ച് തെറാപ്പിസ്റ്റ് ഉണ്ടാകും, ഓക്യുപ്പേഷണൽ തെറാപ്പിസ്റ്റ് ഉണ്ടാകും. ഇതിൻ്റെ ഫിസിയാട്രി ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ, ന്യൂറോളജി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കൂട്ടത്തിൽ തന്നെയും ഈവൻ എല്ലാ ആരോഗ്യ കേന്ദ്രങ്ങളിലും, അതായത് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിലുമൊക്കെ ഇതിൻ്റെ വിങ്ങുകളുണ്ട്. അപ്പോൾ അതിൻ്റെ സഹായത്തോടു കൂടി തന്നെ സ്ട്രോക്ക് ഉണ്ടായ ആൾക്ക് ഇന്ന ഫിസിയോതെറാപ്പി ചെയ്താൽ, ഇപ്പോൾ കൈക്കും കാലിനും മാത്രമായിരിക്കില്ല ചിലപ്പോൾ ഫിസിയോതെറാപ്പി ആവശ്യം, ചിലപ്പോൾ സ്പീച്ചിനായിരിക്കും, അപ്പോൾ സ്പീച്ചിന് കൊടുക്കണം. പിന്നെ ചിലപ്പോൾ ബാലൻസ് നടത്തത്തിനായിരിക്കും, അപ്പോൾ ഗെയിറ്റിന് വേണ്ടിയിട്ടുള്ള ബാലൻസിൻ്റെ തെറാപ്പി കൊടുക്കേണ്ടി വരും. ഇങ്ങനെ പലതരത്തിലുള്ള ഫിസിയോതെറാപ്പി ആവശ്യമുണ്ട്. അതൊരു ഫിസിയാട്രിസ്റ്റിൻ്റെ സഹായത്തോടു കൂടി ചെയ്യുന്നതായിരിക്കും കൂടുതൽ ഉചിതം. അപ്പം ഇപ്പോൾ തന്നെ ടെലിതെറാപ്പി വഴി തന്നെ നമുക്ക് ഈ എക്സസൈസൊക്കെ കാണിച്ചു കൊടുക്കാനും അവരെ പഠിപ്പിച്ച് മനസ്സിലാക്കി കൊടുക്കാനും, ഇപ്പോൾ വീട്ടിൽ നിന്ന് ഒരു പേഷ്യൻറ്റിനെ തന്നെ ഇപ്പോൾ ഒരു ഹോസ്പിറ്റലൈസ്ഡ് ആയ പേഷ്യൻറ്റ് ഒരാഴ്ച 2 ആഴ്ചയൊക്കെ ഹോസ്പിറ്റലിൽ കഴിഞ്ഞുകൂടാം. കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലോട്ട് കൊണ്ടുപോകുന്നതായിരിക്കും ഉചിതം. അവിടെ വെച്ചിട്ട് നമുക്ക് വീട്ടിലെ അന്തരീക്ഷമാണ് ഏറ്റവും നല്ലത്. എത്രയും പെട്ടെന്ന് നമുക്ക് വീട്ടിലെ അന്തരീക്ഷമാണെങ്കിൽ നമുക്ക് ബാക്കിയുള്ളവരെ കൂടെ ഇരുന്ന് ഫിസിയോതെറാപ്പി ചെയ്യാനും നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ഉചിതമായ അന്തരീക്ഷത്തിൽ നമുക്ക് സംസാരിക്കാനും നമുക്ക് വേണ്ടത് പറയാനും ഒക്കെയുള്ള മാനസികമായിട്ടും ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാനുള്ള സാഹചര്യം വീട്ടിനകത്താണുള്ളത്. അപ്പോൾ അതിനുള്ള സെറ്റപ്പും ചെയ്തിട്ട് നമുക്കിപ്പോൾ വീട്ടിൽ നിന്ന് കൊണ്ടുപോകാൻ യാത്ര ചെയ്യാനും ഒക്കെ ചിലവുമൊക്കെ ഏറിയതാണ്. അപ്പോൾ ടെലിതെറാപ്പി കൂടി വേണമെങ്കിൽ നമുക്ക് ചികിത്സിക്കാവുന്നതാണ്. ഓക്കെ ഡോക്ടർ, ഇപ്പോൾ നമ്മുടെ ഇവിടുത്തെ ഒരു വൈദ്യശാസ്ത്ര മേഖല വളരെയധികം വികസിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണല്ലോ. ഇവിടെ സ്ട്രോക്കിനുള്ള നൂതന ചികിത്സാ മാർഗങ്ങളെക്കുറിച്ച് കൂടി ഒന്ന് വിശദമാക്കാമോ? അതെ, അതായത് പണ്ട് ഇൻ്റർവെൻഷണൽ എന്ന് പറയുന്ന, ഇപ്പം കാർഡിയോളജിയിൽ എല്ലാവർക്കും അറിയാൻ പറ്റും, സ്റ്റെൻറ്റിങ്, ആൻജിയോപ്ലാസ്റ്റി എന്നൊക്കെ പറഞ്ഞാൽ പലർക്കും പെട്ടെന്ന് മനസ്സിലാവും. പക്ഷേ ന്യൂറോളജിയിൽ അങ്ങനെ തന്നെയുണ്ട്. ന്യൂറോളജിയിലും രക്തക്കുഴലിലാണ് പ്രശ്നം. അപ്പോൾ അവിടെയും രക്തക്കുഴൽ അടഞ്ഞു പോയാൽ തുറക്കാനുള്ള സാഹചര്യങ്ങളും സാധ്യതകളും ഒക്കെ ഉണ്ട്. അത് മുമ്പ് ഇല്ലാതിരുന്ന കാലത്ത് നമുക്ക് മരുന്ന് മാത്രം ആശ്രയിച്ച് ചികിത്സിക്കേണ്ടതായിട്ടുള്ളൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇപ്പോൾ അങ്ങനെയല്ല. നമുക്ക് ഈ ന്യൂറോ ഇൻ്റർവെൻഷണൽ പ്രോഗ്രാമൊക്കെ ഉണ്ട്. അതിനകത്തൂടെ തന്നെ നമുക്ക് ഡയഗ്നോസ്റ്റിക്, അതായത് നമുക്ക് DSA എന്ന് പറയുന്ന ഡിജിറ്റൽ സബ്സ്ട്രാക്ഷൻ ആൻജിയോഗ്രാഫി. ഡോക്ടർ, നമുക്ക് ഈ ഒരു ഉത്തരത്തിലേക്ക് മടങ്ങിയെത്താം. ഇപ്പം നമ്മളോടൊരു പ്രേക്ഷക ചേരുകയാണ്, നെടുമങ്ങാട് നിന്നും അപർണ. ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ ഡോക്ടർ. ഹലോ, പറഞ്ഞോളൂ അപർണ. ഡോക്ടർ, എന്റെ ഹസ്ബൻഡിന് വേണ്ടിയിട്ട് ഒരു കാര്യം വേണ്ടി സംസാരിക്കാനാണ് വിളിച്ചത്. ഒന്നുകൂടെ ഉറക്കെ പറയാമോ അപർണ? ഹസ്ബൻഡിന് ഒരു കാര്യത്തിന് വേണ്ടി വിളിച്ചതാണ്. പറഞ്ഞോളൂ. ഹസ്ബൻഡ് 1 മാസത്തിന് മുമ്പേ തലയ്ക്ക് ചെറിയൊരു ചുളിച്ചുള പിടിച്ചിട്ട് ഇങ്ങനെ ഹോസ്പിറ്റലിൽ പോയായിരുന്നു. അപ്പോൾ BP ചെക്ക് ചെയ്തപ്പോഴത്തേ ഹൈ BP ആണെന്ന് പറഞ്ഞു. അങ്ങനെ ആദ്യം ടാബ്ലറ്റ് കൊടുത്തു, 1 മണിക്കൂർ കഴിഞ്ഞ് നോക്കാൻ പറഞ്ഞു. പിന്നെയും നോക്കിയിട്ട് അതിലൊരു കുറവും കാണുന്നില്ല. പിന്നെയും ടാബ്ലറ്റ് കൊടുത്തു, അത് കുറവ് കാണുന്നില്ല. അപ്പൊ ഈ ടാബ്ലറ്റ് കൊടുക്കും തോറും ഈ ഓരോ എമൗണ്ട് കൂടി കൊടുക്കുന്ന മരുന്നാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അവസാനം ഇത് കുറയാത്തതുകൊണ്ട് പിന്നീട് ഇൻജെക്ഷൻ എടുത്തു, ട്രിപ്പ് ഇട്ടു, എന്നിട്ടും ആ ഒരു ലെവൽ കുറയുന്നില്ല. അങ്ങനെ തന്നെ നിൽക്കുക. അപ്പൊ ഇത് ഭാവിയിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ദോഷം ഉണ്ടായിട്ട് വരുമെന്നാണ് ചോദിക്കുന്നത്. BP എന്ന് പറയുന്നത് സൈലന്റ് കില്ലറാണ് ആക്ച്വലി. ഡയബറ്റീസും BPയും നമ്മളെ മിണ്ടാതിരുന്നിട്ട്, അപ്പം അതുവരെയും അപർണയുടെ ഹസ്ബൻഡിന് വേറെ ഒരു സിംറ്റംസും ഉണ്ടായിരുന്നില്ലല്ലോ. ആദ്യമായിട്ടാണല്ലോ ഈ പ്രശ്നം. അപ്പം BP മിണ്ടാതെ തന്നെ ഇരിക്കും, നമ്മൾ അറിയത്ത് പോലും ഇല്ല. അപ്പം നമ്മൾ എന്തെങ്കിലും കാരണത്താൽ ഇപ്പം ചുളിച്ചുള കുത്തിയത് ചിലപ്പം BP കൂടിയതുകൊണ്ടൊന്നും ആയിരിക്കില്ല. നമുക്ക് യാദൃച്ഛികമായിട്ടൊരു പ്രശ്നം വന്നു, അപ്പം നമ്മൾ ഹോസ്പിറ്റലിൽ പോയി BP നോക്കി, അപ്പം ഹൈ BP കണ്ടുപിടിച്ചു, അത്രയേ ഉള്ളൂ. അപ്പം അതിന് മുമ്പ് നമുക്ക് BP ഉണ്ടായിരിക്കാം, നമ്മളത് അറിയുന്നില്ല എന്നേ ഉള്ളൂ. അതുപോലെ തന്നെ BP പെട്ടെന്ന് ഓവർഷൂട്ട് ചെയ്ത് BP കൂടുമ്പോഴേ നമ്മൾ അറിയത്തുള്ളൂ. അതായത് സ്ട്രോക്ക് വരികയോ അല്ലെങ്കിൽ BP പെട്ടെന്ന് കൂടി നമുക്ക് എൻസെഫലോപ്പതി, അതായത് നമുക്ക് പിച്ചും പേയും പറഞ്ഞ് സംസാരം, ഹെഡ് ഏക്ക്, വോമിറ്റിങ്, അങ്ങനെ തലവേദന, വോമിറ്റിങ് അങ്ങനെയൊക്കെ വരുന്ന ഒരവസ്ഥയാണ് പെട്ടെന്ന് കൂടുന്ന BP. അതല്ലാതെ ഇപ്പോൾ അപർണയുടെ ഹസ്ബൻഡിന് ഉണ്ടായത് ഒരു BP കൂടുതലായതുകൊണ്ട് ആകണം എന്നില്ല. അത് സാധാരണയായിട്ട് ഉണ്ടായ ഒരു സബ്ജക്റ്റീവ് സിംറ്റം മാത്രമേ ആകത്തുള്ളൂ. BP കൂടുതലായിരിക്കുന്നത് സമാധാനമായി
സമാധാനമായിട്ട് നമുക്ക് അന്നത്തെ ദിവസം കൊണ്ട് കൂടിയതായിരിക്കത്തില്ല. ഇത്രയും ഹൈ ബി പി നേരത്തെ ഉണ്ടായിരിക്കും. ഇതുപോലെ തന്നെ എത്രയും നാളത്തേക്ക് ഉണ്ടായിക്കൊണ്ടേ ഇരിക്കാം. അതൊരു കാലത്ത് ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴായിരിക്കും നമ്മൾ അറിയുന്നത്. സ്ട്രോക്കോ ഒരു അറ്റാക്കോ ഒക്കെ ഹാർട്ട് അറ്റാക്കോ ഒക്കെ വരുമ്പോഴായിരിക്കും നമ്മൾ ബി പി അപ്പോഴും ഉണ്ടായിരുന്നു എന്നറിയുന്നത്. ഇപ്പോൾ എന്തായാലും കണ്ടുപിടിച്ചത് നന്നായി. സമാധാനമായിട്ട് തന്നെ ബി പി മെഡിസിൻ കൊടുത്ത് ഒരൊറ്റ നിമിഷം കൊണ്ട് ബി പിയുടെ മരുന്നിനെല്ലാം ആക്ഷൻ വരില്ല. ചില മരുന്നിനൊക്കെ 2-3 ദിവസം എടുക്കും. കൊടുത്തു കഴിഞ്ഞാൽ 2-3 ദിവസം കൊടുത്താണ് അതിൻ്റെ ഇഫക്റ്റ് വരാൻ സാധ്യതയുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള മരുന്ന് നമ്മൾ ഉടനെ തന്നെ ഫലം കണ്ടു എന്ന് വരില്ല. അപ്പോൾ കൊടുത്തിട്ട് നമ്മൾ 2-3 ദിവസം കഴിഞ്ഞിട്ട് നോക്കിയിട്ട് ഒരു ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം. ഡോക്ടർ, സമയപരിമിതി മൂലം ഇടപെടുകയാണ്. ഹലോ ഡോക്ടറിൻ്റെ ഇന്നത്തെ സമയം ഇവിടെ പൂർണ്ണമാകുന്നു. തിരുവനന്തപുരം ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ ന്യൂറോളജി വിഭാഗം മേധാവിയും പ്രൊഫസറുമായ ഡോക്ടർ ചിത്ര പി ആണ് ഇന്ന് ഹലോ ഡോക്ടറിൽ നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത്. ഡോക്ടർ വളരെയധികം നന്ദി. ഹലോ ഡോക്ടർ ഇന്നിവിടെ പൂർണ്ണമാവുകയാണ്. ഏവർക്കും നമസ്കാരം.